സോളാർ സമരം പൊളിച്ചടിക്കിയതിന് പിന്നിൽ ആരായിരുന്നു? പതിറ്റാണ്ടിനിപ്പുറം ഒറ്റുകാരുടെ ഒരു ഏജന്റ് രഹസ്യം വെളിപ്പെടുത്തുകയാണ്. 2013 കുപ്രസിദ്ധമായ സോളാർ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ രാജി ആവശ്യപ്പെട്ടായിരുന്നു LDFന്റെ സെക്രട്ടേറിയറ്റ് വളയൽ സമരം. സമരം തുടങ്ങുന്നതിന് തലേ ദിവസം തന്നെ ഒത്തുതീർപ്പ് ഫോർമുലയും രൂപപ്പെട്ടു എന്നതാണ് വിചിത്രം. സമരത്തിന്റെ തുടക്കം മുതലുള്ള കാര്യങ്ങളാണ് ഇപ്പം പുറത്തു വന്നിരിക്കുന്നത്. സമരം തീരുമാനിച്ചത് ആരായിരുന്നു എന്നാണ് മറ്റൊരു ചോദ്യം. LDFന് നേതൃത്വം കൊടുക്കുന്ന CPM ആയിരുന്നു. അന്നത്തെ പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയൻ ഏകപക്ഷീയമായി എടുത്ത തീരുമാനമായിരുന്നു. അതോ LDF കൺവീനറായിരുന്ന VS അച്യുതാനന്ദന്റെ പിടിവാശി മൂലമായിരുന്നു? എന്തായാലും LDF ഘടകകക്ഷികൾ ഇതൊന്നും അറിഞ്ഞിരിക്കാനിടയില്ല. സമരം അവസാനിപ്പിക്കാൻ ഇടനിലക്കാരെ ഇറക്കിയത് ആരായിരുന്നു? സമരം VS അച്യുതാനന്ദന്റെ പിടിവാശി മൂലമായിരുന്നു എന്നാണ് അന്ന് CPMനോടൊപ്പം നിൽക്കുകയും ഇപ്പോൾ കോൺഗ്രസിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്ത ചെറിയാൻ ഫിലിപ്പ് പറയുന്നത്. VSന്റെ പിടിവാശി മൂലമായിരുന്നു എങ്കിൽ സമരം വഴിയിൽ ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറാകുമായിരുന്നു. ഒത്തുതീർപ്പിന് ഇടനിലക്കാരെ ഏർപ്പാടാക്കുമായിരുന്നു. പിന്നെ ആരായിരുന്നു സമരം നിർത്തി സലാം പാടി പിരിയാൻ മണിക്കൂറുകൾ കൊണ്ട് തീരുമാനമെടുത്തത്? ഇതിനുത്തരം പറയാൻ ഇടനിലക്കാർ തയ്യാറാവുന്നില്ലെന്നതാണ് രസകരം. തങ്ങളെ ഇടനിലക്കാരാക്കി പറഞ്ഞു വിട്ടത് ആരെന്ന് പറയാൻ ചെറിയാൻ ഫിലിപ്പിന് എന്തുകൊണ്ട് കഴിയുന്നില്ല? പാർട്ടിയുടെ നേതൃസ്ഥാനത്തില്ലാത്ത ജോൺ ബ്രിട്ടാസിനെയും ചെറിയാൻ ഫിലിപ്പിനെയും ഇടനിലക്കാരാക്കിയത് CPMലെ ചെറിയാരുമായിരിക്കില്ല. അതാരായിരുന്നു? ജോൺ ബ്രിട്ടാസിനെ അങ്ങനെ ഒരു ദൗത്യം ഏൽപ്പിച്ചെങ്കിൽ അത് VS അച്യുതാനന്ദനായിരിക്കില്ലെന്ന് ഏത് കുട്ടിക്കും അറിയാം. ബ്രിട്ടാസിന്റെ ചരട് ആരുടെ കയ്യിലാണെന്ന് ഏറെക്കുറെ വ്യക്തമാണ്. ഇത് വെളിപ്പെടുത്തേണ്ടത് ഇടനില നിന്നവരാണ്. ഉമ്മൻചാണ്ടി രാജിവെക്കേണ്ടെന്നും ജുഡീഷ്യൽ അന്വേഷണം മതിയെന്നും തീരുമാനിച്ചത് എന്തിനായിരുന്നു എന്ന് പറഞ്ഞു തരാൻ ഉമ്മൻചാണ്ടി ജീവിച്ചിരിപ്പില്ല. അന്നത്തെ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെങ്കിലും ആ ഡീൽ വെളിപ്പെടുത്തണം. മുഖ്യമന്ത്രി രാജിവെക്കേണ്ടെന്നും പകരം TP ചന്ദ്രശേഖരൻ കേസിന്റെ അന്വേഷണം മരവിപ്പിക്കണമെന്നുമായിരുന്നു. എന്തായാലും കേസിന്റെ അന്വേഷണം നിലച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കൈവശമുണ്ടായിരുന്ന ഫോൺ രേഖകൾ മുക്കി. TP കേസ് അട്ടിമറിക്കപ്പെടാൻ ചില ഒത്തുതീർപ്പുകൾ നടന്നിട്ടുണ്ടെന്ന് തുറന്നു പറഞ്ഞ അന്നത്തെ കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇപ്പോൾ മിണ്ടുന്നില്ല. TP വധത്തിന് പിന്നിലെ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്തവരുടെ പങ്ക് പുറത്തു കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന KK രമയും മൗനത്തിലാണ്. LDFന്റെ ഘടകകക്ഷികളെ ഇരുട്ടിൽ നിർത്തി ആരുടെയോ ദൗത്യവുമായി മന്ത്രിമന്ദിരങ്ങൾ കയറിയിറങ്ങാൻ തുനിഞ്ഞിറങ്ങിയത് 2 പത്രപ്രവർത്തകരായിരുന്നു. അത് പത്രപ്രവർത്തനമോ ദല്ലാൽ പണിയോ എന്ന് ചോദ്യമുയരുന്നു. രാഷ്ട്രീയക്കാരുടെ ഇത്തരം പണികൾ ചെയ്തു കൊടുത്താൽ പ്രതിഫലം കിട്ടുമെന്ന് ജോൺ ബ്രിട്ടാസ് തെളിയിച്ചു. ഒപ്പം ചെറിയാൻ ഫിലിപ്പിന് വെട്ടി ബ്രിട്ടാസ് രാജ്യസഭാ സീറ്റ് നേടിയെടുത്തു. ഇത് ചെറിയാൻ തിരിച്ചറിഞ്ഞപ്പോൾ CPMനായുള്ള ഇത്തരം പണികൾ നിർത്തി നേരെ മറുകണ്ഠം ചാടി കോൺഗ്രസിൽ തിരിച്ചെത്തി. ഇങ്ങനെ എത്രയെത്ര ഗാന്ധിയൻ ഒത്തുതീർപ്പുകൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചിട്ടുള്ളത്.